ഒരു നാടകം നാളെ കളിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റിഹേഴ്സൽ അറ്റൻഡ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. നാളത്തെ ഇല്ല, വൈകുന്നേരത്തെ. ഓ അത് ശരി. നാളത്തെ ഉണ്ട്, വൈകുന്നേരത്തെ നാടകത്തെ, അത് പ്രൊഫഷണൽ നാടകത്തിന്. രാവിലെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ പിന്നെ കഥ വന്നപ്പോഴത്തേക്കും വരാന്തയിൽ ഒരാളുണ്ട്. അപ്പോൾ എന്ത് പറ്റി? അനന്തപുരം രവി. അപ്പോൾ എന്ത് പറ്റി? ഒരു രക്ഷയില്ല, നിങ്ങൾ രക്ഷിച്ചേ പറ്റൂ, എൻ്റെ നായിക പോയി, ഇന്ന് വൈകുന്നേരം കാർത്തിക ഇരുന്നാളിന് നാടകം കളിക്കണം. നമ്മൾ വൈകുന്നേരം ഒന്ന് കളിക്കാൻ രാവിലെ, നിങ്ങൾക്കത് പഠിക്കാനൊക്കെ വന്ന് ചെയ്തു തരണം. പോയി ചെയ്തു കൊടുത്തു. കല്യാണം കഴിഞ്ഞ് 7ാമത്തെ ദിവസം രാവിലെ ഒരു കഥയിലൊരു തട്ട് ചെന്ന് തുറന്നു നോക്കിയാൽ വേണുകുട്ടൻ നായർ. എടേ, ഞാൻ നിന്നെ ഒന്ന് ഉപദ്രവിക്കാൻ വന്നതാണ് എന്ന് ചേട്ടൻ അശ്വൻ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്തോന്ന്, അത് നാളെ കൃഷ്ണപിള്ള സാറിൻ്റെ കുടത്തിലെ വിളക്ക് നാടകം കളിക്കണം, അതിൽ മകളായിട്ടുള്ള വേഷം ഇവള് തന്നെ ചെയ്യണമെന്ന് ചേട്ടൻ നിർബന്ധം. തിയാറെങ്കിലും എന്നാൽ പിന്നെ ഒരു കൈ എവിടെയുണ്ട് കേസിൽ, അത് ആട്ടക്കുളങ്ങര സ്കൂളിൽ ഞാൻ കൊണ്ടുവന്നാക്കി വയ്ക്കാം. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നാടകത്തിൽ ഞാൻ പറഞ്ഞത്. കാരണം മറ്റു നാടകക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഏത് വേഷം, പിന്നെ ഇത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തൊട്ടഭിനയിക്കില്ല, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ പറയും. ഇത് തിയാറങ്ങളിലൂടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ വിളിക്കണം, തിരിച്ചുകൊണ്ട് അത് എവിടെ പോയിരുന്നാലും പിന്നെ വിളിക്കാൻ ആൾ വരണം, തിരിച്ചു കൊണ്ടുവിടണം. കാറിൽ പോയി പിറ്റേ ദിവസം നാടകം കളിച്ചു. മറ്റേ അനന്തപുരത്തിൻ്റെ നാടകത്തിൽ രാവിലെ വന്ന് പറഞ്ഞ് വൈകുന്നേരം പോയി നാടകം കളിച്ചു. അത് അതൊക്കെ ഗുരുത്വം എന്ന് പറയണത് എൻ്റെ ഇതാണ്. സ്റ്റേജിൽ നമുക്കൊന്നും ചെയ്യാൻ നോക്കില്ല ശ്രീകുട്ട. മറ്റേ ഇപ്പം നമുക്ക് റീടേക്ക് ചെയ്യാതെ ഇതൊന്നും നോക്കൂലല്ലോ. സ്റ്റേജിൽ കയറി ഡയലോഗ് തെറ്റിക്കഴിഞ്ഞാൽ തീർന്നു. ഇപ്പം ഞാൻ ഒരു മണിക്കൂർ നീണ്ടിരിക്കുന്ന ഊർമിള എന്നുള്ളൊരു നാടകം, ഊർമിളയുടേത്, പിന്നെ സിംഗിളായിട്ട് ഞാൻ ഊർമിളയുടെ ചെയ്തു. 1 മണിക്കൂറായിരുന്നു. അപ്പോൾ അത് നാടകം കാണാനായിട്ട് പിന്നെ മതിച്ചേട്ടൻ വന്നിരുന്നു. എനിക്കൊരു ഉർവശി അവാർഡ്, വലിയൊരു അവാർഡ് കിട്ടുന്നതിനേക്കാളും ഭയങ്കരമായിരുന്നു. അന്ന് നാടകം കഴിഞ്ഞപ്പോഴത്തേ ഞെട്ടിച്ച് കളഞ്ഞു എന്നാണ് മതിച്ചേട്ടൻ്റെ പ്രിയ. ഏതെങ്കിലും ഒരു 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 പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ചേച്ചിയുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു ഡയലോഗ് ഏതുണ്ട്? ഊർമിള മതിയാ. പഞ്ചവടിയിലെ ഗിരികൂടങ്ങൾ, വിടബികളുടെ നിബിഡച്ചായ മണ്ഡപങ്ങൾ, കൊക്കുരുമി കുറുകുന്ന ക്രൗഞ്ചങ്ങൾ, പുൽത്തളിരിട്ട് ചാഞ്ചാടുന്ന മാൻകിടാങ്ങൾ. വനവാസം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിൽ വരച്ചെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ കാലൊടിഞ്ഞ ഒരു മാൻകിടാവിനെ എൻ്റെ ചേച്ചി എടുത്ത് വളർത്തി. ആശ്രമത്തിൽ വെച്ച് അവൾ ചേച്ചിയുടെ അരികിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുകയില്ലായിരുന്നു. ആ മൃഗകിശോരത്തിൻ്റെ കഥകൾ പറയുമ്പോൾ എൻ്റെ സഹോദരി കരയുമായിരുന്നു. ആർത്തത്രാണ പരായണനായി നിന്ദ്രിപടി അവളെ വനത്തിലെങ്ങാനും കണ്ടോ? ഇത് നമ്മൾ വിചാരിക്കുന്ന ഈ നാടകം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സിമ്പിളായിട്ടുള്ള വേർഡാണ്. അപ്പോൾ കാലത്ത് പഠിച്ചിട്ട് വൈകുന്നേരം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ കട്ടവാക്ക ഇതെങ്ങനെ? ഇത് CN ചേട്ടൻ്റെ നാടകം, CN ശ്രീധരൻ്റെ അല്ല. എന്നാലും ഇത് ഓർത്ത് നിൽക്കണ്ടേ? ഇത് ഇപ്പോഴും ചെയ്യാൻ തയ്യാറാണ്. നാടകത്തിന് ചെയ്യാനായിട്ട് ആരെയും വിളിച്ചു കഴിഞ്ഞാൽ പോവും ചെയ്യും. സൗപർണിക നാടക സംഘം, അതിനകത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. ഒരുപാട്. എന്തായാലും രസകരമായിട്ടൊരു അനുഭവം എന്താണ്? ആദ്യം എൻട്രി ചെയ്ത അനുഭവം തന്നെ പറഞ്ഞു. അതായത് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ഒരു നാടകവും ഞങ്ങൾ വേറെ ഒരു ട്രാൻസ്പോർട്ടുകാരെ നാടകവും കൂടി വിക്രമനായ ട്രോഫിക്ക് മത്സരത്തിനുണ്ടായിരുന്നു. അത് രണ്ടും കഴിഞ്ഞ് സാറിൻ്റെ നാടകം ഇര എന്നൊരു നാടകം അത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപർണ നമ്മുടെ പപ്പൻ്റെ സിനിമ അതിന് ഡബ്ബിങ് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ആ സമയത്ത് പ്രസാദ് സാർ അവിടെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, നരേന്ദ്രപ്രസാദിനെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ, ചേച്ചി ഇന്നലത്തെ വിക്രമനായ ട്രോഫി നാടകങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാടകം കഴിഞ്ഞു. ഇന്നലെ ഒരു നാടകം ഞാൻ കണ്ടു, അതിൽ സ്റ്റേജിൽ നിന്ന് ഒരു നടിയെ എടുത്തുകൊണ്ട് പോകുന്നു. അതിൻ്റെ ആവശ്യം എന്തോന്നാണോ എന്തോ, അതിൻ്റെ ഡയറക്ടറെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പപ്പനോട് ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ. അപ്പോൾ എന്തെന്ന് അപ്പോൾ എനിക്കറിഞ്ഞൂടാ, എന്നാൽ അത് പൊട്ടിയാണ്. എന്ത് സത്യം. പിന്നെ സ്റ്റേജിൽ നിന്ന് ചന്ദ്രികയാണ് അഭിനയിച്ച് ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അല്ലാതെയും ചെയ്യാം. ഡയറക്ടറിൻ്റെ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കണമായിരുന്നു എന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഇതാണ് ഡയറക്ടർ. ഞാൻ പറഞ്ഞ അപ്പോൾ ഡയറക്ടറിന് നേരിട്ട് ചോദിക്കാം, എന്തിനായിരുന്നു സാറേ അത് ചെയ്തത്? അതല്ലാണ്ട് ആ സീൻ ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റൂലേ? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. കുറച്ച് അടുത്ത 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു സ്ക്രിപ്റ്റും കൊണ്ട് MK ഗോപാലകൃഷ്ണനും MR ഗോകുമാറും ഇദ്ദേഹം കൂടി എൻ്റെ വീട്ടിൽ വരുന്നു ശാസ്ത്രമത്തിൽ. ഇത് ഒരു നാടകം ഞാൻ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നാടകമാണ്, ഇത് ലീലാപ്പണിക്കർ തന്നെ ചെയ്യണം എന്നും പറഞ്ഞിട്ട്. അത് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വായിച്ചപ്പോഴത്തേക്കും
ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിത് ചെയ്യാം. ഞാൻ അശ്വൻ പറഞ്ഞു എനിക്കിത് ചെയ്യാൻ നോക്കൂല, കാരണം വെൺമണിയും സൗവർണിയും കൂടി ഉള്ളൊരു രംഗമുണ്ട്. യക്ഷിയാണ്. അപ്പോൾ യക്ഷി വന്നു, പിന്നെ വെൺമണിയാണെങ്കിൽ പൊട്ടൻ നമ്പൂരിയാണ്. അപ്പോൾ അവരുമായിട്ടുള്ള സംഗമവും അത് പിന്നെ യക്ഷി പൂർണ്ണ പിന്നെ തൃപ്തിയാവുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന അശ്വട്ടെ എന്നെ കൊണ്ട് ചെയ്യാൻ നോക്കൂല, അതുകൊണ്ട് അശ്വൻ ഇത് കൊണ്ട് കൊടുത്തേരാന്ന് പറഞ്ഞു. പറഞ്ഞു അത് മര്യാദയില്ല, അങ്ങനെ കോളേജ് പ്രൊഫസറാണ്, ഇവിടെ വന്ന് നിൻ്റെ അടുത്ത് തന്ന സ്ക്രിപ്റ്റാണ്, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം, നീ ഇപ്പോൾ കാര്യം പറഞ്ഞു കൊടുക്കുക, വളരെ സൗമ്യത്തിലെ കാര്യങ്ങൾ പറയാവൂ, എടുത്തുചാടരുന്നൊക്കെ പറഞ്ഞ് എനിക്ക് ട്യൂഷനൊക്കെ തന്നു കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കൊണ്ട് മറ്റുള്ളവരായിട്ട് ചവിട്ടി തിരുമുകയാണ്. അതിനകത്ത് സകല ആർട്ടിസ്റ്റിനെയും ആർട്ടിസ്റ്റാക്കി അദ്ദേഹം തന്നെയാണ്, പറയാതിരിക്കാൻ പോകില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ബാക്കിയുള്ളവരെ റിഹേഴ്സൽ ചെയ്യണം. ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് സാറേ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അതെന്ത് പറ്റി? ഞാൻ പറഞ്ഞു അതിൽ ആ രംഗം സാറിനറിയാം, ഞാൻ അങ്ങനെയുള്ളതൊന്നും അഭിനയിക്കാറില്ല, എന്നെക്കൊണ്ട് പറ്റൂല. പിന്നെ ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് ഞാൻ കണ്ടതാണല്ലോ, അതുകൊണ്ട് പറ്റൂല. അപ്പോൾ പറഞ്ഞു ആഹാ ഒരു 10 മിനിറ്റ് നിൽക്കാമോ? നമ്മൾ നിൽക്കാം. അപ്പോൾ എം ആർ ഗോകുമാർ സൗവർണികയായിട്ട് ഡ്യൂപ്പ് ഇട്ടിട്ട് MK ആയിട്ട് ആ സീൻ എടുത്ത് കാണിച്ചു. അപ്പോൾ വെൺമണി നമ്പൂരി കിടക്കുന്നു, സൗവർണിക വരുന്നു, തലയിൽ കൂടി ഇങ്ങനെ തടയി കൊണ്ടുവരുന്നു, പിന്നെ നെഞ്ചത്ത് ഇങ്ങനെ തടകുന്നു. ഞാൻ പറ്റൂല, എന്ത് ചെയ്യാം? ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആ കയ്യിലൊന്ന് തട്ടാം മതി. അപ്പം ഞാൻ ബാക്കിയുള്ളതോ പറയാം. ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഡാൻസ് അറിയാമല്ലോ ലീലാമണിക്ക്? ഞാൻ അറിയാം. 2 വിളക്ക് വെൺമണിയും ആയിട്ട് 2 വിളക്കുകൾ കൊണ്ട് ചില ഡാൻസ് മൂവ്മെൻറ്റ്സ് ചെയ്തിട്ട് അവസാനം ഇത് വിളക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്ന 2 തിരുനാളം കൂടി ഒന്നിച്ച് കത്തുന്നു. അതാണ് അവരുടെ സംയോഗം കാണിക്കുന്നത്. അത്രയും ചെയ്യാമോ? ഞാൻ അത് ചെയ്യാം. അങ്ങനെയാണ് ചെയ്തത്. ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു ആ സീനിന്.